നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപകർക്ക് ഏറ്റവും അധികം പ്രതീക്ഷ നൽകിയ ഒന്നായിരുന്നു ഓഹരി വിപണികളുടെ കുതിപ്പ്. സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി 30,000 പോയിന്റ് കടന്നു. നിഫ്റ്റിയും റെക്കോർഡ് സൃഷ്ടിച്ചു. നിക്ഷേപകർ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം സെക്ടറുകളാണ് അനുകൂലമാവുക എന്ന് വിലയിരുത്തുന്നു വിദഗ്ധർ. 2017-18 ഒരു പുതിയ സാമ്പത്തിക വർഷം ഇപ്പോൾ തുടങ്ങി. ആദ്യത്തെ 2 ദിവസത്തെ ട്രേഡിങ്ങിൽ തന്നെ സെൻസെക്സ് ഏതാണ്ട് 30,000-ൽ ടച്ച് ചെയ്തു. നിഫ്റ്റി 9,250. ഇത് രണ്ടും ഓൾ ടൈം ഹൈ ലെവൽസാണ്. ഇതിനു മുമ്പ് ഇത്രയും ഒരു ഹയർ ലെവലിലേക്ക് ഇൻഡെക്സുകൾ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇൻഡെക്സ് ഹൈ ലെവലിൽ വരുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെടും. പലരും അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെ നോക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഡിമോണിറ്റൈസേഷനൊക്കെ വന്ന സമയത്ത് മാർക്കറ്റ് താഴേക്ക് വരികയും മാർക്കറ്റിൽ ആ സമയത്ത് ആളുകൾക്ക് ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആയിരുന്നു. ഇത്ര പെട്ടെന്ന് മാർക്കറ്റ് ഹൈ ലെവലിലേക്ക് വരും അല്ലെങ്കിൽ അതിലൊരു റിക്കവറി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പൂർണ്ണ തോതിൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇൻഫ്ലേഷൻ താഴ്ന്നു നിൽക്കുന്ന, ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള നല്ല ഒരു ചാൻസ് ഉണ്ട്. ഒരു 20% ഗ്രോത്താണ് നമ്മൾ ഏണിങ്സിൽ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. ഇപ്പം മാർക്കറ്റ് ഈ പുതിയ ഫിനാൻഷ്യൽ ഇയർ വന്ന് ഈ UP ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മൊമെൻറ്റത്തിലാണ് ഈ ഹൈ ലെവലിലേക്ക് വന്നതെങ്കിലും ഇനിയിപ്പോൾ മാർക്കറ്റ് അടുത്ത ആഴ്ച തൊട്ട് ഏണിങ്സിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് മാർച്ചിൽ അവസാനിച്ച 3 മാസത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ എങ്ങനെയായിരുന്നു, ഏതൊക്കെ സെക്ടേഴ്സാണ് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യങ്ങളനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മാർക്കറ്റ് ഒരു ഹൈ ലെവലിലായി എന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട ഒരു സമയമല്ല ഇത്. കാരണം ഒരു സൈക്കിൾ നമ്മൾ റിവേഴ്സായിട്ട് ഒരു പോസിറ്റീവ് ഗ്രോത്തിൻ്റെ ഒരു സൈക്കിളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വളരെ പതിയാണ് അത് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ആ സൈക്കിൾ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കുറച്ചുകൂടെ വളരെ ഓരോ വർഷം കഴിയും തോറും ഓരോ പടികൾ കയറുന്നത് പോലെ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹൗസിങ്ങിൻ്റെ ബെനിഫിറ്റിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ്, മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ സിമെൻറ്റ് പോലെയുള്ള മേഖലകളൊക്കെ തന്നെ റിക്കവറി കാണിച്ചു തുടങ്ങി. ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ ബാങ്കിങ്, അവസാനമായിട്ട് വരുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിന് ഈ ക്രെഡിറ്റ് സൈക്കിളിൻ്റെ ഇഷ്യൂ മാത്രമല്ല, NPA ഇഷ്യൂസും എല്ലാം മാറണം. അത് മാറി വരുന്നതോടുകൂടി ബാങ്കിങ് സെക്ടർ റിവൈവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കുറച്ചെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലെ പെർഫോമിംഗ് ആയിട്ടുണ്ടായിരുന്ന IT, ഫാർമ പോലെയുള്ള മേഖലകളാണ്. ഇവർക്ക് ഒന്നാമത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പലതരത്തിൽ, പ്രത്യേകിച്ച് അമേരിക്ക ഒരു മേജർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റവും അതിനോടനുബന്ധിച്ചുള്ള പോളിസി ചേഞ്ചുകളും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കറൻസി വാല്യൂ 65-ന് താഴേക്ക് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പരിധി വരെ ഈ 2 കമ്പനികളെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് മീഡിയം ടൈമിലും അത് അണ്ടർ പെർഫോമിംഗ് ആയിരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള സെക്ടേഴ്സ് ഡൊമസ്റ്റിക് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കൺസംഷൻ ഡ്രിവണായിട്ടുള്ള എല്ലാ മേഖലകളിലും തന്നെ ഈ അടുത്ത 1-2-3 വർഷങ്ങളിലേക്ക് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകാനും ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്ത്യൻ ഇക്കോണമി നോക്കുവാണെങ്കിൽ എല്ലാം പോസിറ്റീവാണ്. ഇൻഫ്ലേഷൻ കൺട്രോളാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണ്, എല്ലാം പോസിറ്റീവ് തന്നെയാണ്. ബട്ട് മാർക്കറ്റ്സിൽ നോക്കുവാണെങ്കിൽ ദ ഓൺലി നെഗറ്റീവ് പറയാനുള്ളത് ഇസ് വാല്യുവേഷൻസ് ഇച്ചിരി ഹൈ ആയി ഇപ്പോൾ നിൽക്കുന്നത്. 23-24 വാല്യുവേഷൻ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ഒരു ഹൈ വാല്യുവേഷൻ ആയിട്ട് എടുക്കുന്നത്. മിഡ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 48 PE-ലാണ് നിൽക്കുന്നത് എഗെയിൻസ്റ്റ് ആവറേജ് ഓഫ് 35. അപ്പോൾ ആ ഒരു കാരണം വെച്ച് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നല്ലാതെ ഫ്യൂച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് നല്ലത് തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ട് മാച്ച് ചെയ്തു. 50,000 കോടി രൂപ FIIs ഇൻവെസ്റ്റ് ചെയ്തു. DIIസും ഓൾമോസ്റ്റ് അത്രയും തന്നെ 50,000 കോടി അവരും കൂടി ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ SIPസിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കയറിയിരിക്കുവാണ്. ആൻഡ് അതിനുള്ള ഫണ്ട്സ് കുറേ മാർക്കറ്റിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന റാലി റിസൾട്ട്സിനെക്കാട്ടി കൂടുതൽ കൺട്രീൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസും ആൻഡ് ലിക്വിഡിറ്റി ആൻഡ് ഫ്യൂച്ചർ ഹോപ്പിൻ്റെയാണ് നമ്മൾ കാണുന്നത്. ഈ കാരണം തന്നെ എങ്ങാനും Q4 റിസൾട്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കറൻറ്റ് ക്വാർട്ടർ റിസൾട്ട്സ് മോശമാവുകയാണെങ്കിൽ നമുക്കൊരു കറക്ഷൻ കാണാൻ പറ്റുമായിരിക്കും. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ കാണുന്നത് മാർക്കറ്റ് ഒരു 9,030 ഓൺ ദി ഡൗൺ സൈഡ് ആൻഡ് 9,330-350 ഓൺ ദി അപ്പ് സൈഡാണ് ഞങ്ങളൊരു ഷോർട്ട് ടേമിൽ കാണുന്നത്. ദ ക്വസ്റ്റ്യൻ ഇസ് നൗ, നമ്മൾ ഈ മാർക്കറ്റിൽ എങ്ങനെയാണ് ഷെയർസ് പിക്കപ്പ് ചെയ്യാൻ പോകുന്നത്, ഏത് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം? അതിൻ്റെ വൺ സൊല്യൂഷൻ ക്യാൻ ബി ഒരു ജനറൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്
തീംസ് പിക്കപ്പ് ചെയ്യുക. ഏത് സെക്ടേഴ്സ് ആയിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യണത്, ആ സെക്ടേഴ്സ് നോക്കിയിട്ട് ആ സെക്ടേഴ്സിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ആസ് എ കമ്പനി നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഓട്ടോ സെക്ടറിൽ വളരെ പോസിറ്റീവാണ്, NBFCസിൽ പോസിറ്റീവാണ്, റിയൽ എസ്റ്റേറ്റിൽ കണക്റ്റഡ് ഉള്ള ഇൻഡസ്ട്രീസ്, ഫോർ എക്സാമ്പിൾ പെയിൻറ്റ് ഇൻഡസ്ട്രീസ്, സാനിറ്റേഷൻ കമ്പനീസ്, അങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ പോസിറ്റീവാണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ പോസിറ്റീവാണ്, ബിക്കോസ് ക്രൂഡിൻ്റെ വില കുറയും. ക്രൂഡിൻ്റെ വില കുറഞ്ഞപ്പോഴത്തേക്ക് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറയും, പ്രോഫിറ്റബിലിറ്റി ഈ കമ്പനീസിൻ്റെ കൂടും. അപ്പോൾ ഇങ്ങനത്തെ സെക്ടേഴ്സൊക്കെ നോക്കിയിട്ട് ആ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും നല്ലത്. ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ് മാർക്കറ്റിനെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ 6 മാസം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് 40,000 കോടിയുടെ ഓഹരികളാണ്. അതേസമയത്ത് നോക്കിയാൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ജാനുവരി വരെയുള്ള കാലയളവിൽ ഏകദേശം 35,000 കോടിയുടെ ഇന്ത്യൻ ഓഹരികൾ വിറ്റിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലിക്വിഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്നൊരു കാര്യം, ആഭ്യന്തര നിക്ഷേപകർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനും മാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2014-ലും 2015-ലും രാജ്യത്ത് മൺസൂൺ കുറവായിരുന്നു. എന്നാൽ 2016 വലിയ കുഴപ്പമില്ലാത്തൊരു മൺസൂൺ ലഭിച്ചു. അപ്പോൾ ഈ വർഷം മൺസൂൺ എത്രമാത്രം മികച്ചതായിരിക്കും എന്നുള്ളതും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ഒരു മീഡിയം ടേമിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അടുത്ത ഒരു മാർക്കറ്റ് റാലിയെ പ്രത്യേകിച്ച് നിയന്ത്രിക്കുവാനായിട്ടുള്ള ഘടകം. ഇനിയുള്ള നാളുകളിലെ മാർക്കറ്റ് മുന്നേറ്റത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറുകൾ, അതായത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ്, ഈ ഒരു സെക്ടർ ഒരു ഗ്രോത്ത് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഓട്ടോ ഇൻഡസ്ട്രിയും ഓട്ടോ ആൻസിലറി ഇൻഡസ്ട്രിയും, ഈ 2 ഇൻഡസ്ട്രിയും ഒരു മാർക്കറ്റ് ഗ്രോത്ത് ഇനിയുള്ള നാളുകളിലും നൽകിയേക്കും. എന്നാൽ സിമെൻറ്റ് സെക്ടർ മാർക്കറ്റിൽ ഒരു ഔട്ട് പെർഫോമൻസ് അടുത്ത 1 വർഷത്തേക്ക് നടത്തിയേക്കാം. കാരണം അത്രമാത്രം സിമെൻറ്റ് ഡിമാൻഡ് രാജ്യത്ത് വരാൻ പോകുന്നു, പുതിയ കപ്പാസിറ്റി അഡീഷൻസ് വരുന്നില്ല. അതിനാൽ സിമെൻറ്റ് സെക്ടർ ഔട്ട് പെർഫോമൻസ് നടത്തിയേക്കാം. സെലക്റ്റഡ് കൺസ്യൂമർ ഐറ്റംസ്, ഉദാഹരണത്തിന് ഹോം ബിൽഡിംഗ് പ്രോഡക്ട്സ്, പെയിൻറ്റ്, പ്ലൈവുഡ്, മറ്റ് ഹോം ബിൽഡിംഗ് പ്രോഡക്ട്സ്, ഈ ഒരു സെഗ്മെൻറ്റും അടുത്ത 1 വർഷം ഒരു മികച്ച മുന്നേറ്റം നടത്തിയേക്കാം. UAE-യിലെ പ്രശസ്തമായ ഇമാർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സും മലയാളിയായ സാലി CPയുടെ ഉടമസ്ഥതയിലുള്ള ആസ ഗ്രൂപ്പും സഹകരണത്തിന്. ഇതോടെ ഇമാറുമായി സഹകരിക്കുന്ന UAE ആസ്ഥാനമായുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്ഥാപനം എന്ന വിശേഷണം ആസ ഗ്രൂപ്പ് കൈവരിച്ചു. UAE-യിലെ പ്രമുഖ ഡെവലപ്പർമാരായ ഇമാർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇമാർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ആസ ഗ്രൂപ്പിന്റെ നിശ്ചിത ശതമാനം ഓഹരികളാണ് ഇപ്പോൾ ഇമാർ ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫ, ദുബായ് മാൾ എന്നിവയുൾപ്പെടെ 33,000-ലേറെ അപ്പാർട്ട്മെൻറ്റുകൾ ഇമാറിൻ്റേതായിട്ടുണ്ട്. അബുദാബി മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്, ദുബായ് എയർ ഷോ പദ്ധതി, ദുബായ് വാട്ടർ കനാൽ, ദുബായ് മെട്രോ തുടങ്ങിയ നിരവധി പദ്ധതികളിലും നിർമ്മാണത്തിലും വികസന പ്രവർത്തനങ്ങളിലും ആസ ഗ്രൂപ്പ് പങ്കാളികളായിരുന്നു. 1992-ൽ തൃശൂർ വലപ്പാട് സ്വദേശി സാലി സ്ഥാപിച്ച ആസ ഗ്രൂപ്പ് UAE-യിലെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. It's a matter of honor for us that such a global leader approached us, and after proper evaluation, it was decided to join hands together. This day marks a historical day of our company. This is a great beginning. Coming together is beginning, keeping together is progressing, working together is succeeding. ആസ ഗ്രൂപ്പ് 25ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് ഒന്നിച്ചു നീങ്ങാനുള്ള നിർദ്ദേശവുമായി ഇമാർ ഗ്രൂപ്പ് എത്തിയത്. ഇമാർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സുമായി കൈകോർക്കുന്നതോടെ പ്രവർത്തനം മറ്റ് GCC രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും ആസ ഗ്രൂപ്പിന് പദ്ധതിയുണ്ട്. ആസ ഗ്രൂപ്പിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തന്നെ
എംആറിനെ പോലെ ഉള്ള ലോകം പറയുന്ന ഒരു കമ്പനിയുമായി കൈകോർക്കാൻ സാധിച്ചതിൽ സർവശക്തനും സ്തുതിക്കുന്നു. നിർമ്മാണ മേഖലയിൽ മികച്ച പാരമ്പര്യവും സേവന മികവും പുലർത്തുന്ന ആസ ഗ്രൂപ്പുമായുള്ള സഹകരണം ഇമാർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടമായിരിക്കുമെന്നാണ് ഇമാർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിഇഒ നാസർ ബത്തയുടെ അഭിപ്രായം. Imar Industries and Investments are pleased to take a significant stake in ASA Group. Our guiding principles about taking the stake is ASA's strategic fit into the MR ecosystem. ASA started in 1992 and since then have grown into various verticals of the construction industry. We are proud to align with them and we hope this relationship will further grow the business and bring greater value to our consumers. തുടക്കം മുതൽ ലോകോത്തര നിലവാരത്തിലുള്ള പ്രവർത്തന മികവ് പ്രകടിപ്പിക്കാനാണ് ആസ ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏറെ വിജയിച്ചിട്ടുണ്ടെന്നും ആസ ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ സാഹലി CP പറയുന്നു. ഇമാറുമായുള്ള പുതിയ സഹകരണവും കൂട്ടുകെട്ടും ഗ്രൂപ്പിന് കൂടുതൽ കരുത്തു പകരുമെന്നും ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള ഗ്രൂപ്പിന്റെ മനുഷ്യവിഭവശേഷി മേഖലയുടെ കൂടുതൽ മികവിനായി ഉപയോഗപ്പെടുത്താനാവുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ വർഷം 1000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നാണ് ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫ്ലാറ്റ് വാങ്ങിയാൽ പെൻഷൻ, പുതിയ പദ്ധതിയുമായി ശ്രീധന്യ ഹോംസ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നിർണായകമായ സംഭാവനകൾ നൽകിയ സ്ഥാപനമാണ് ശ്രീധന്യ. കേരളത്തിൽ 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ശ്രീധന്യ ഇതുവരെ 4000 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഇപ്പോൾ ശ്രീധന്യ അത്ഭുതങ്ങൾ തീർക്കുന്നത്. ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ നൽകുന്ന പുതിയ പദ്ധതിയാണ് ശ്രീധന്യ ഹോംസ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഭവന നിർമ്മാണ രംഗത്തുള്ള ഗ്രൂപ്പാണ് ശ്രീധന്യ. ശ്രീധന്യയുടെ ഫ്ലാറ്റുകളെല്ലാം തന്നെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും എല്ലാ ആധുനിക സൗകര്യങ്ങൾക്കും നടുവിലാണ്. പറഞ്ഞ സമയത്ത് മികച്ച ഗുണമേന്മയോടെ ഫ്ലാറ്റ് പണിത് നൽകുന്നു എന്നത് ശ്രീധന്യയുടെ വിശ്വാസ്യതയ്ക്ക് മാറ്റുകൂട്ടുന്നു. നിർമ്മാണ രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് വീട് പണിക്ക് അനുയോജ്യമായ സാധന സാമഗ്രികൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രീധന്യ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തുന്നു. Sridhanyയുടെ primary business എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are into infrastructure development. We are into making roads. That is our primary business. Secondary business is basically into real estate. Real estate division start ചെയ്തത് മുതൽ our prior or rather the main focus has always been on providing extremely good quality apartments and service. Service oriented ആയിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ്സ് അറിയപ്പെടുന്ന മാർക്കറ്റിൽ. Even though a little costlier than the rest, we are known for the service we provide post sales. ശ്രീധന്യ ഹോംസ് പെൻഷൻ ഫോർ എവർ എന്ന പദ്ധതിയാണ് ഏറ്റവും പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. വീടിനൊപ്പം ഒരു സ്ഥിര വരുമാനം കൂടി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. ഇതുപ്രകാരം വീട് വാങ്ങുന്ന എല്ലാവർക്കും വാങ്ങുന്നതിൻ്റെ അടുത്ത മാസം മുതൽ ജീവിതത്തിലുടനീളം നിശ്ചിത തുക പെൻഷനായി എല്ലാ മാസവും ലഭിക്കും. നമ്മൾ വീട് വാങ്ങിച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ലൈഫ് ടൈം വി ആർ ആക്ച്വലി ഓഫറിംഗ് ദം എ പെൻഷൻ എമൗണ്ട്. ഇൻഫാക്ട് നമ്മളിപ്പോൾ ഇഫ് യു ആർ ബൈയിങ് എ ഹൗസ് അപ്പാർട്ട്മെൻറ്റ് വിത്ത് us, നിങ്ങളുടെ ഹോൾ ലൈഫ് ടൈം നമ്മളൊരു എല്ലാ മാസവും പെൻഷൻ തരുകയും നിങ്ങളുടെ കാലശേഷം യുവർ വൈഫ് would actually keep getting the same pension till her lifetime. Once her lifetime is over, your legal heirs will get a 10 lakh rupees check also. So this is basically the plan. Again, speaking, it is not an ad gimmick or anything. Nammal promotion gimmick aitalla. This is basically a gesture of gratitude towards the customers who are placing their trust in our apartments. As in Sridhanyയുടെ ഫ്ലാറ്റ്സ് വാങ്ങിക്കാനായിട്ട് ഇത്രയും അപ്പാർട്ട്മെൻറ്റ്സ് നാട്ടിലുള്ളപ്പോഴും നമ്മുടെ ഫ്ലാറ്റ് ചൂസ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സ്, ആ ട്രസ്റ്റ്, അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് വേണേൽ കാണാം. ശ്രീധന്യ ഹോംസിന്റെ ലാപോഷെ, ലേക്ക് വുഡ്സ്, പ്ലാനറ്റെക്സ് എന്നീ അപ്പാർട്ട്മെന്റുകൾ വാങ്ങുന്നവർക്ക് ഈ ഓഫർ ലഭിക്കും. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് 80 ലക്ഷം രൂപ മുതലാണ് വില. നമ്മളെ സംബന്ധിച്ച് 1 flat at a time, we give maximum of time on that 1 flat. Once it is finished, we try to sell it off. And then we actually go for the next project. So we never believed in the idea of multiple projects because adinu samayam koodal venam, we require
a lot many more people to work on it. Nammada idea, as I told you, for us, real estate division was never a business. For us, it was basically a passion to create best of homes for our customers. So that was the idea. And we will maintain that, even though we are planning in terms of bringing up multiple projects this year. But still, now we are geared up. We will still maintain the same quality, the same level of service. In fact, we are about to launch various level of concierge services on your fingertips, so that that will be very, very unique for our customers. So Sridhanya clientele will enjoy amazing benefits, as a part of their living. ശ്രീധന്യ ഹോംസിന്റെ പുതിയ പദ്ധതികൾ നാളെയുടെ നിക്ഷേപം കൂടിയാണ്. വിശ്വാസത്തിലും മേന്മയിലും എന്നും ഒരുപടി മുന്നിലാണ് ശ്രീധന്യ. മികച്ച സാങ്കേതിക വിദ്യയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയുള്ള നിർമ്മാണ രീതികളാണ് ശ്രീധന്യ അനുവർത്തിക്കുന്നത്. ഗുണമേന്മയ്ക്കും സൗന്ദര്യത്തിനും കോട്ടം തട്ടാതെ അതത് പ്രദേശത്തിന് യോജിച്ച നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ശ്രീധന്യ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നത്. നല്ല ആസൂത്രണവും അതിൻ്റെ ബാക്കിയെന്നോണം നിർമ്മാണ പദ്ധതിയിൽ അതേ ആശയം ഉപയോഗിച്ചുള്ള ഡിസൈനിങ്ങിലും സമയത്ത് ജോലി പൂർത്തീകരിക്കുക എന്നീ കാര്യങ്ങളിലും ശ്രീധന്യ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. പ്രകൃതി സൗഹാർദ്ദം ഉറപ്പാക്കുന്ന ഡിസൈനാണ് ശ്രീധന്യയുടേത്. നിർമ്മാണ വസ്തുക്കളും വിഭവങ്ങളും പാഴായി പോകാനും അനുവദിക്കുന്നില്ല. നിർമ്മാണത്തിൽ കാലതാമസത്തിന് ഇടയാകാതെയും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകാതിരിക്കാനും ശ്രീധന്യ ഹോംസ് അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നു. എല്ലാ സവിശേഷതകളും നിറഞ്ഞ ശ്രീധന്യയുടെ ഫ്ലാറ്റിന്റെ ലേഔട്ട് എല്ലാവരെയും ആകർഷിക്കും. പെയിന്റ് തിരഞ്ഞെടുക്കുന്നത് മുതൽ ഇന്റീരിയർ രൂപകൽപ്പന വരെയുള്ള കാര്യങ്ങളിൽ ശ്രീധന്യ പുലർത്തുന്ന ശ്രദ്ധ എടുത്തു പറയത്തക്കതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 15 വർഷത്തിൽ കൂടുതൽ പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരുടെ സേവനവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കസ്റ്റമർ സർവീസ് സെന്ററുകളും ശ്രീധന്യയ്ക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. ഡെബിറ്റ് കാർഡ് വഴിയുള്ള പണമിടപാടുകൾക്ക് ഈടാക്കുന്ന മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് വൈകാതെ പുറത്തിറക്കും. ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്കുള്ള MDR നിരക്കുകൾ പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് കരട് രേഖ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയിരുന്നു. ഇതിന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുക. കേന്ദ്ര സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ വൻ വർധന. 2016-17 17.1 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും ഉയർന്ന വരുമാന വർധന കൂടിയാണിത്. എക്സൈസ് തീരുവ, സേവന നികുതി, ആദായ നികുതി ഇനങ്ങളിലാണ് ഇത്രയും വരുമാനം നേടാനായത്. മുൻവർഷവുമായി താരതമ്യപ്പെടുത്തിയാൽ 18% വളർച്ച. പുതിയതായി ആരംഭിച്ച ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങൾക്കോ സ്ഥിര നിക്ഷേപത്തിനോ തുകയ്ക്ക് പരിധിയില്ല. മികച്ച പലിശ നിരക്കും ലഭ്യമാണെന്ന് ബാങ്ക് അറിയിച്ചു. സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്കും അസംഘടിത മേഖലയിലുള്ളവർക്കും കൂടുതൽ ബാങ്കിംഗ് സേവനം നൽകുന്നതിനായാണ് റിസർവ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് ലൈസൻസ് നൽകുന്നത്. ബാങ്കിന് നിക്ഷേപത്തിന് പരിധിയില്ലെന്ന് മാത്രമല്ല 50% വായ്പകളുടെ തുകയ്ക്കും പരിധിയില്ല. 200 രൂപയുടെ പുതിയ നോട്ടുകൾ അവതരിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു. വരുന്ന ജൂണിൽ 200 രൂപ നോട്ടുകളുടെ പ്രിന്റിംഗ് തുടങ്ങുമെന്നാണ് സൂചന. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് യോഗമാണ് 200 രൂപ നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനമെടുത്തത്. വരുന്ന ജൂണിന് ശേഷം പുതിയ നോട്ടിന്റെ അച്ചടി തുടങ്ങും. എന്നാൽ റിസർവ് ബാങ്ക് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ കൂടുമത്സ്യകൃഷി സംസ്ഥാനത്ത് വ്യാപിപ്പിക്കുന്നു. കൂടുമത്സ്യകൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പരിശീലനത്തിനായി CMFRAയിലെ മാരികൾച്ചർ വിഭാഗത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാം. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിന്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.mathrubhuminews.in. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.